നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അവന്തിയ കൂടിയല്ലേ നമ്മളെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിച്ചത് അല്ലേ? മാഷ് എന്തിനാ എന്നെ തടഞ്ഞത്? അത് മറ്റൊന്നും കൊണ്ടല്ല. നമ്മള് കുറ്റക്കാരാണെന്ന ഇപ്പൊ സച്ചിയുടെ മനസ്സില്. അവന്തിക പറഞ്ഞിട്ടാ നമ്മളിങ്ങനെ ചെയ്തതെന്ന് അവൻ അറിഞ്ഞ അതവന് വലിയ ഷോക്കാവും. അവനതും പറഞ്ഞ് അവന്തിയോട് വടക്കിന് പോയെന്നും വരും. അങ്ങനെ നെല്ലിശ്ശേരിയുള്ളവരൊക്കെ അറിഞ്ഞ നമ്മുടെ രണ്ടു മക്കളുടെ ജീവിതം തകർന്നു വരും. ഇപ്പോ സച്ചിയുടെ മനസ്സില് നമ്മളാ കുറ്റക്കാര്. അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇനി നമ്മളായിട്ട് ഇനി അവിടെ ഒരാളുടെ സ്വസ്ഥത കൂടി കളയണ്ട. ജീവിതാവസാനം വരെ ഇങ്ങനെ തീ തിന്നാനും കണ്ണീര് കുടിക്കാനാണല്ലോ വിധി. ഈ കണക്കൊന്ന് പറഞ്ഞുതരാവോ? അച്ഛനോട് പോയി ചോദിക്കുമ്പോളെ. അത് ശരിയാവില്ല. അച്ഛൻ പറഞ്ഞു തന്നിട്ട് ഞാൻ തെറ്റിച്ചാ അച്ഛൻ എന്നെ തല്ലും. ഞാൻ വരുമ്പോ നിങ്ങൾ രണ്ടൊരു കരയുമായിരുന്നോ? സത്യം പറയണം, കള്ളം പറയരുത്. ഞങ്ങൾ കരഞ്ഞില്ല മോളെ. ഞങ്ങൾ എന്തിനാ കരയുന്നത്? അത് ശരി. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യം എന്നോട് തിരിച്ചു ചോദിക്കാം. ഞാൻ വന്നപ്പോ നിങ്ങൾ കരയായിരുന്നു, എനിക്ക് ഉറപ്പാ അത്. ആവണിക്കുട്ടി, നീ എന്തിനാ അച്ഛമ്മയും അച്ഛനെ ശല്യപ്പെടുത്തുന്നേ? ശല്യപ്പെടുത്തുന്നതല്ല അച്ഛാ. ഞാൻ വന്നപ്പോ ഇവര് രണ്ടുപേരും കരയുമായിരുന്നു. ഞാൻ ചോദിച്ചിട്ട് ഇവര് കള്ളം പറയാ. എനിക്കറിയാം അമ്മയുടെ അച്ഛൻ്റെ സങ്കടം എന്താന്ന്. ആതിര ഗർഭിണിയായിട്ടും അർച്ചനയ്ക്ക് ആ ഭാഗ്യം കിട്ടാത്ത ഓർത്തല്ലേ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അർച്ചനയ്ക്കും സച്ചിക്കും ആ വിഷമമില്ല. അവർക്കത് തോന്നിയാലല്ലേ അമ്മ കാര്യമുള്ളൂ. നിങ്ങൾ വിഷമിച്ചിട്ട് എന്താ കാര്യം? അവിടെയാണെങ്കിൽ സച്ചിയുടെ അച്ഛൻ, ഇവിടെയാണെങ്കിൽ നിങ്ങൾ. ഇവിടെ എല്ലാവരും വിഷമിച്ചിരിക്കുന്നത് അവള് കാണുകയല്ലേ. എന്നിട്ടും സച്ചി അർച്ചനെ കൂടെ തീരുമാനമെടുത്തു ഇപ്പൊ കുഞ്ഞുങ്ങൾ വേണ്ടാന്ന്. ഭാഗ്യവും അവരുടെ തീരുമാനം ഒരുമിച്ച് വരുമ്പോൾ എല്ലാം ശരിയാവും. അല്ലാതെ നിങ്ങൾ വിഷമിച്ചെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതൊന്നും ഓർത്ത് വിഷമിച്ചിരിക്കാതെ ആതിരെ വിളിച്ചുകൊണ്ട് വരുന്ന കാര്യത്തെക്കുറിച്ച് ആലോചിക്കും. അവര് പറയുന്ന സമയത്ത് അവളെ ഇങ്ങോട്ട് കൊണ്ടുവരണം. കൊണ്ടുവരാൻ പോകുമ്പോൾ സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ കൊണ്ടു ചെല്ലണ്ടേ? അതിനെന്തൊക്കെയാ വേണ്ടെന്ന് വെച്ചാൽ അമ്മ ഒരു ലിസ്റ്റ് ഉണ്ടാക്കും. സാധനങ്ങൾ ഞാൻ വാങ്ങിക്കൊണ്ട് വരാം. ആവണി, മോളി ചെന്നിരുന്ന് പഠിക്കും. സ്നേഹ പേര് പോലെ തന്നെ എല്ലാവരെയും പെട്ടെന്ന് സ്നേഹിക്കാൻ തോന്നുന്നു. പകുതിയോളം അവൾ വളഞ്ഞു കഴിഞ്ഞു. ബാക്കി പകുതി കൂടി വളച്ചെടുത്ത രക്ഷപ്പെട്ടു. അതിനെന്താ ഒരു വഴി? എന്താ ഒരു ആലോചന? വേറെന്ത് ആലോചിക്കാനുണ്ട് എനിക്ക്? ഞാൻ നിന്നെക്കുറിച്ച് ആലോചിക്കുമായിരുന്നു. എന്നെക്കുറിച്ചോ? എന്നെക്കുറിച്ച് എന്താ ആലോചിക്കാൻ? എനിക്കും നിനക്കും എത്രയും പെട്ടെന്നൊരു ജീവിതം, ആരുടെ ശല്യമില്ലാതെ, ആരെയും പേടിക്കാതെ, സമാധാനമായിട്ടൊരു ജീവിതം. അതിപ്പോ വേണേലും നടക്കും. എനിക്കും നിനക്കും എങ്ങോട്ടെങ്കിലും പോയി സമാധാനമായിട്ട് ജീവിക്കാനൊന്നും ഒരു തടസ്സമില്ല ഇപ്പോ. എന്താ, എനിക്ക് ചെലവിന് തരാൻ നിന്നെ കൊണ്ട് സാധിക്കില്ലേ? അതൊക്കെ സാധിക്കും. പക്ഷെ അതല്ലല്ലോ നമ്മുടെ മനസ്സിൽ. നിന്റെ അച്ഛനെയും നമ്മുടെ കുഞ്ഞിനെയും ഇല്ലാതാക്കി അവരെ നശിപ്പിക്കാതെ പോയാ
പിന്നെ നമുക്ക് സമാധാനം കിട്ടും. നമ്മൾ ജീവിച്ചു തുടങ്ങുമ്പോ നെല്ലിശ്ശേരിയിൽ ഒരു ജീവന്റെ കണിക പോലും ബാക്കിയുണ്ടാവരുത്. അടിവേര് വരെ അർത്തിട്ടേ നമ്മൾ ഇവിടം വിടൂ. ഈ തീ നമ്മുടെ ഉള്ളിൽ എപ്പോഴും വേണം ധനുഷ്. മറ്റൊരു കാരണം കൊണ്ടും അത് കെടാതെ നോക്കുകയും വേണം. അതങ്ങനെ തന്നെ ഉണ്ടാവും. നിന്നോടുള്ള ഇഷ്ടം കൊണ്ട് കൂടെ കൂടിയതാണെങ്കിലും എനിക്കിപ്പോ നിന്നെക്കാളും വാശിയാ. ഈ വീട് നിലംപൊത്തുന്നത് കാണാനുള്ള വാശി. നീ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും ചില നേരത്ത് നിന്റെ ആറ്റിറ്റ്യൂഡ് മാറുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഇന്ന് രാവിലെ ഞാൻ നിന്നെ എത്ര തവണ വിളിച്ചു, നീ എന്താ ഫോൺ എടുക്കാതിരുന്നേ? ഞാനപ്പോ നന്ദന്റെ കൂടെ ആയിരുന്നു. എന്തോ ഭാഗ്യത്തിനാ അവൻ നിന്റെ ഫോൺ കോൾ കാണാത്തത്. നിന്റെ വിചാരം എന്താ ഞാൻ വെറുതെ ഇരിക്കുവാണെന്നോ? ഈ കുടുംബത്തെ പറ്റിയും സ്വത്തുവകകളെ പറ്റിയും ഞാൻ ചോദിച്ചറിഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു. 1 സെന്റ് ഭൂമിയോ 1 രൂപയോ നമ്മുടെ കയ്യിൽ നിന്ന് വേറെ എങ്ങോട്ടും പോവരുത്. ഈ കുടുംബത്തെ പറ്റിയും സ്വത്തുവകകളെ പറ്റിയും ഞാൻ ചോദിച്ചറിഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു. 1 സെന്റ് ഭൂമിയോ 1 രൂപയോ നമ്മുടെ കയ്യിൽ നിന്ന് വേറെ എങ്ങോട്ടും പോവരുത്. ഈ കുടുംബത്തിന്റെ ആസ്തിയാണ് നഷ്ടപ്പെട്ടു പോയ നമ്മുടെ കുഞ്ഞിന്റെ വിലയായി ഞാൻ കണക്കാക്കിയിരിക്കുന്നത്. പിന്നെ നിന്റെ മനസ്സിൽ എന്നെ സ്നേഹം വെച്ച് ചില സംശയങ്ങളുണ്ടെന്നുള്ള കാര്യം എനിക്കറിയാം. അത് എന്റെ വെറും നാടകം മാത്രമാ. ആവശ്യങ്ങൾ നേടിയെടുത്ത് ഇവിടെ തുടരാനുള്ള നാടകം. എന്റെ കൈകൊണ്ട് ഇവിടെ ആദ്യം മരിക്കാൻ പോകുന്നതും സ്നേഹം തന്നെയായിരിക്കും. തലോടുമെന്ന് കരുതിയ കൈകൊണ്ട് കഴുത്തിഞ്ഞിരിക്കും ഞാൻ അവളുടെ. ഇതൊക്കെ തന്നെ എന്റെ മനസ്സിൽ മുഴുവൻ. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെയുള്ള നേരിട്ടുള്ള സംസാരങ്ങൾ നീ ഒഴിവാക്കണം. ക്യാമറയിലോ ആരുടെയെങ്കിലും കണ്ണിലോ പെട്ട നമ്മൾ രണ്ടുപേരും ഇവിടുന്ന് പുറത്തു പോകേണ്ടി വരും. പിന്നെ ഈ പറഞ്ഞൊന്നും നടക്കാനും പോകുന്നില്ല. ഞാനും നീയും തമ്മിൽ സംസാരിക്കുന്നതിന് എന്താ കുഴപ്പം? ഇപ്പൊ നീ വീട്ടിലൊരു അംഗത്തെ പോലെയല്ലേ, പിന്നെന്താ? അയ്യോ നന്ദൻ, വാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.